നമസ്കാരം. RJBC ന്യൂസ്. US ആർമി ഹോർമോസ് കടലിടുക്കിന് മുകളിൽ ആകാശ നിരീക്ഷണം നടത്തുന്നു. കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതിനുമായി AH-47 അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഹോർമോസ് കടലിടുക്കിന് മുകളിൽ പട്രോളിംഗ് തുടരുന്നു. IRGC മേജർ ജനറൽ നഫ്തിയുടെ പ്രസ്താവനയിൽ യുദ്ധം തുടരുകയാണെങ്കിൽ അതൊരു മഹായുദ്ധമായി മാറിയേക്കാം എന്ന സൂചന നൽകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇന്ത്യൻ ടാങ്കറിന് നേരെ IRGC നാവികസേന വെടിയുതിർത്ത സന്ദർഭത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ ഇറാൻ അംബാസഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. 50 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിന് ശേഷം ഹോർമോസ് കടലിടുക്ക് കടക്കുന്നതിനിടെ ഇന്ത്യൻ പതാകയുള്ള സമ്മാർ ഹൊറാൾഡ് എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഹോർമോസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഹോർമോസ് കടലിടുക്കിനെ കുറിച്ചുള്ള ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ ഇങ്ങനെ പറയുന്നു: യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ ഇറാൻ കടലിടുക്കിന്റെ നിയന്ത്രണവും നിരീക്ഷണവും നിലനിർത്തുന്നതായിരിക്കും. കപ്പലുകൾ പൂർണ്ണ വിവരങ്ങൾ നൽകുകയും ഇറാന്റെ നിയന്ത്രണങ്ങൾക്കനുസൃതമായി അനുമതി നേടുകയും വേണം. സുരക്ഷാ പരിസ്ഥിതി സംരക്ഷണ ആവശ്യകതകൾക്കും ചെലവുകൾക്കും വിധേയമായിരിക്കും കടന്നുപോകൽ. എന്തെങ്കിലും തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ ഉപരോധ ശ്രമങ്ങൾ വെടിനിർത്തലിന്റെ ലംഘനമായി കണക്കാക്കുന്നതാണ്. ശത്രുക്കൾ ശത്രുതാപരമായ സമുദ്ര പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഇറാൻ പരിമിതമായ തോതിൽ വീണ്ടും തുറക്കുന്നത് പോലും തടയും. വരും ദിവസങ്ങളിൽ ഇറാനിയൻ എണ്ണ ടാങ്കറുകളും കപ്പലുകൾക്കും നേരെ റെയ്ഡുകൾ നടത്താൻ അമേരിക്കൻ ആർമി ഒരുങ്ങിയാണ്. ഇറാനുമായി ബന്ധമുള്ള എണ്ണക്കപ്പലുകളിൽ കയറുവാനും അന്താരാഷ്ട്ര സമുദ്ര പരിധിയുള്ള വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാനും US സൈന്യം തയ്യാറെടുക്കുന്നു. മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും തങ്ങളുടെ നാവിക നടപടികൾ വ്യാപിപ്പിക്കുവാനാണ് അമേരിക്കയുടെ നീക്കം. ഇറാനിയൻ എണ്ണയോ ആയുധങ്ങളോ കടത്തുന്ന ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകളെയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. പേർഷ്യൻ ഗൾഫിന് പുറത്തുള്ള കപ്പലുകൾക്കെതിരെയും നടപടി ഉണ്ടാകും. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും ശനിയാഴ്ച നിരവധി വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചതായും ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ അമേരിക്കയുടെ അറിയിപ്പ്. ഒരു രാജ്യത്തിൻ്റെയും കപ്പലുകളെ കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കുകയില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ കാലാവധി തീരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇറാൻ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ US പ്രസിഡന്റ് ട്രംപ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ചർച്ചകളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്നും വരും ദിവസങ്ങളിൽ വീണ്ടും യുദ്ധം തുടങ്ങുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല എങ്കിൽ തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ടാകുകയില്ല എന്നും അറിയിക്കുകയുണ്ടായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി RJBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്